ഹലോ മക്കളെ, ബയോളജി എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും എന്ന് പറയാവുന്ന 3 ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദായി നിങ്ങൾ കാണുന്നത് പോലെ തന്നെ PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ തന്നെയാണ്. നമുക്ക് DNA കോപ്പി കിട്ടിയാലും DNA കിട്ടിയാലും അതിനെല്ലാം ആംപ്ലിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ DNA ആംപ്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന PCR മെത്തേഡിന്റെ 3 സ്റ്റെപ്സ് ഉറപ്പാണ് പരീക്ഷയ്ക്ക് ചോദിക്കും. ആ സ്റ്റെപ്പുകൾ ഏതൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് ഡീനാച്ചുറേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് DNA സ്ട്രാൻഡ്സിനെ രണ്ടായിട്ട് മുറിക്കുന്നത്. അതിനുശേഷം അനീലിംഗ് ചെയ്യും. അനീലിംഗ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പീസ് ഓഫ് പ്രൈമർ നമ്മൾ അതിലേക്ക് വന്ന് ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് അനീലിംഗ് എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്കൊരു എൻസൈം വേണ്ടി ആ ഒരു പ്രോസസ്സാണ് അനീലിംഗ് എന്നറിയപ്പെടുന്നത്. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ DNA പോളിമറൈസ് എൻസൈം ഉപയോഗിച്ച് അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്, ഈ എക്സ്റ്റൻഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് എൻസൈമാ? ടാക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈമാണ്. അത് എടുക്കുന്നത് തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ്. അപ്പോൾ ഒരിക്കലും മറക്കരുത്, ഇങ്ങനെയുള്ള ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ചോദിക്കും. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനകത്ത് 3 ഭാഗങ്ങളാണുള്ളത്. ഒരു പ്രൊമോട്ടർ കാണും, ഒരു സ്ട്രക്ചറൽ ജീൻ കാണും, പിന്നെ ഒരു ടെർമിനേറ്റർ കാണും. ഈ സ്ട്രക്ചറൽ ജീനിൽ 2 സ്ട്രാൻഡ്സ് ആണുള്ളത്, ടെംപ്ലേറ്റ് സ്ട്രാൻഡും കോഡിംഗ് സ്ട്രാൻഡും. സോ ദിസ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഇതിലാണ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് നടക്കുന്നത്. മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ലാക് ഓപ്പറോൺ. ലാക് ഓപ്പറോണിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ 7 ജീനുകളാണുള്ളത്. പിപ്പോസിയ എന്ന് പഠിച്ചു വയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. PIPOZYA പിപ്പോസിയ. ഓക്കെ, ഇതിൽ ഐ ജീൻ വിൽ പ്രൊഡ്യൂസ് റിപ്രസർ mRNA. ഈ റിപ്രസർ mRNAയിൽ നിന്നും റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകും. ഈ റിപ്രസർ പ്രോട്ടീൻ നേരെ പോയി O ജീനിൽ ബൈൻഡ് ചെയ്യും, ഓപ്പറേറ്റർ ജീനിൽ പോയി ബൈൻഡ് ചെയ്യും. പിന്നെ ഇസഡിനും വൈക്കും എക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഓഫായി നമുക്ക് പറയാം. അത് ട്രാൻസ്ലേഷൻ ഒന്നും അവിടെ പിന്നെ നടക്കില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് ഓഫ് കണ്ടീഷൻ. എന്നാൽ ഇങ്ങനെ ഒരു ഇൻഡ്യൂസർ വന്നു വിചാരിക്കുക. ഇവിടുത്തെ ഇൻഡ്യൂസർ ആരാ? ലാക്ടോസ്. ലാക്ടോസ് വന്നു കഴിഞ്ഞാൽ ഇത് ഓൺ ആകും. എങ്ങനെ നോക്കിക്കോ? ഐ ജീൻ വിൽ പ്രൊഡ്യൂസ് റിപ്രസർ mRNA. ദിസ് റിപ്രസർ mRNA വിൽ പ്രൊഡ്യൂസ് റിപ്രസർ പ്രോട്ടീൻ. പക്ഷേ ഈ റിപ്രസർ പ്രോട്ടീൻ്റെ മണ്ടയ്ക്ക് ആര് വന്നിരിക്കും? ഇൻഡ്യൂസർ വന്നിരിക്കും, ലാക്ടോസ് വന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ റിപ്രസറിന് ഓപ്പറേറ്റർ ജീനിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റർ ജീൻ അവിടെ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇസഡും വൈയും എയും ഈസി ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് ലാക് mRNA പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ട്രാൻസ്ലേഷൻ നടന്നിട്ട് അത് 3 എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം, പെർമിയേസ് എൻസൈം ആൻഡ് ട്രാൻസ് അസറ്റൈലേസ് എൻസൈം. ഇതാണ് ഓൺ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാക് ഓപ്പറോണിനെ ഓൺ ചെയ്യാൻ സഹായിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ലാക്ടോസ് തന്നെയാണ്. ഇവിടുത്തെ ഇൻഡ്യൂസർ ആര് എന്ന് ചോദിച്ചാൽ അതും ലാക്ടോസ് തന്നെയാണ്. അതുപോലെ റിപ്രസർ പ്രോട്ടീൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഓഫ് ചെയ്യുന്നു, അഥവാ നെഗറ്റീവ് റെഗുലേഷൻ ചെയ്യുന്നു എന്ന് കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ജേക്കബും മൊണോഡും കണ്ടുപിടിച്ച ഈ ലാക് ഓപ്പറോൺ ഉറപ്പാണ് എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ 3 ക്വസ്റ്റ്യനും സെറ്റായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകേണ്ടത്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്.